തകർത്ത് പൊളിച്ചടുക്കാൻ പോവാണ്. അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പഴയ ടൈപ്പിലെ ബസ് കണ്ട സുഹൃത്തുക്കളെ, ഓരോ ഓട്ടോയ്ക്ക് നമ്പറാണ് ഇവിടെ. 3 നേരം ഓട്ടോ. ഇപ്പൊ ക്ഷീണിച്ചില്ലേ? ഇനി ഒരു വെള്ളം പിടിക്കാം. ഇത് ഫുൾ കളർഫുൾ വെള്ളങ്ങളാണ്. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യും. മിനറൽ വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്. എന്നെ തിരക്ക സുഹൃത്തുക്കളെ ഈ ഏരിയ. കൂട്ടുകാരൻ്റെ മാർക്കറ്റ് 99 രൂപയ്ക്ക് സെയില്. ബോംബെയുടെ നഗരത്തിൽ നിന്ന് ക്യാമറമാൻ റസിഡിയോടൊപ്പം വിഷ്ണുരാജ്. അപ്പോൾ ഇത് സിമ്പിളാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് പോകേണ്ടത്. 1-ലാണ് വരുന്നത്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 അല്ലേ? ഇവിടെ കിടക്കുന്ന ട്രെയിനോ? ഇതാന്ന് തോന്നുന്നു. അപ്പോൾ ട്രെയിൻ ഇത് തന്നെ അല്ലേ? നമ്മൾ നേരത്തെ അവിടെ പോയിട്ടേ അർജുനോടില്ലല്ലോ. നമ്മൾ എന്തെടുക്കും? നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ താനെ കുറച്ച് നേരം. എടാ നമ്മൾ ഈ സ്റ്റേഷനിൽ വീടെടുക്കുന്ന പറഞ്ഞ് എടുത്തില്ലടാ. പോയിട്ട് സുഹൃത്തുക്കളെ, പ്ലാൻ ചെറുതായിട്ട് മാറിപ്പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറേ അടുത്ത് വെച്ച് ഈ സെൻട്രൽ റെയിൽവേ അല്ലെ, ഈ നമ്മൾ ചെന്നൈ കണ്ടെത്ത അത്തരം സബർബൻ ട്രെയിൻ കണ്ടായിരുന്നു അല്ലേ? ഇങ്ങനത്തെ സാധാരണ നമ്മളിവിടെ അറിയപ്പെടുന്നത് മെമ്മു. ചിലപ്പോൾ അവിടെ സബർബണ് ഓരോ സ്ഥലത്തോടെ എന്ത് പേരെന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറേ പ്രാവശ്യം ട്രെയിൻ ക്രോസ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതായത് AC ഉള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. വെറൈറ്റി ഓപ്ഷൻസ്. അത് നല്ലൊരു ഓപ്ഷനാണ് ചൂടുമ്പോൾ. അല്ല, നമ്മൾ സാധാരണ ഇത്തരം ട്രെയിനിനകത്തേ വെളിയിലോട്ടൊക്കെ തൂങ്ങി നിന്ന് പോകുന്ന വീഡിയോസ് മാത്രമേ കണ്ടുള്ളല്ലോ. അതെ. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം സ്ഥലമുണ്ട് നിൽക്കാനൊക്കെ. ഓഫീസിങ് അവർ ഉണ്ടല്ലോ, അത് ഇടുമ്പോഴായിരിക്കും ആ ടൈമിലാണ് വരുന്നത്. ശരിയാ, രാവിലെ വൈകുന്നേരം. പക്ഷേ ഇപ്പോൾ വൈകുന്നേരമല്ലേ? സമയത്തായി വിട്ടു കൊടുക്കുന്നേ ഉള്ളൂ. വിട്ടു കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പം 5 മണി കഴിഞ്ഞല്ലോ. 5:30. എൻ്റെ കൂടെ ഈ പോപ്പുലേഷനൊക്കെ എടുത്തത് വേണ്ടേ? പേരാപ്പാര ഇതിന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വേണമെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കാം ഈ റെയിൽവേ ഇതിൻ്റെ പേര് തോന്നുന്നു. മറ്റേ ട്രെയിനിൻ്റെ അത്രയും ചൂടില്ല കേട്ടോ. ഇവിടെ നല്ലതായിട്ട് ഫാനുള്ളതുകൊണ്ട്. മാത്രമല്ല ഇത്രയും പുറത്തോട്ട് തുറന്നിട്ടിരിക്കുന്നുണ്ട്. ഓപ്പൺ ആയതുകൊണ്ട് എയർ സർക്കുലേഷനുണ്ട്, പിന്നെ കാറ്റുമുണ്ട്. പിന്നെ ഇത്രയും വൈകുന്നേരമായി അതിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഉച്ച സമയത്ത് ട്രെയിനിനകത്തിരുന്ന് പൊരിഞ്ഞുപോയി അല്ലേ? വിഷ്ണു ഇപ്പോൾ ഇതിനെപ്പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This railway system, what's it commonly known as? This railway system. Slow. सीट जाएगा. ओ सेंट्रल ये दिन में बहुत सारे सर्विसेज होते हैं ना, तो इसको वैसे कॉमनली क्या कहते हैं? इसमें जाते हो. हाँ, आप लोग जैसे आप बताएंगे कि किसी को बताएंगे कि आप ये वाला लोकल सर्विस को ले सकते हो. इसको कोई नाम है इसका? वैसे कोई लोकल. ഇപ്പം സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരെ എന്തിനാ കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടല്ലോ. അതെ. ഏറ്റവും വലിയ ഗുണം കൂടുതലൊന്നും ഇപ്പം പറയാനില്ല. ബിക്കോസ് ഈ യാത്ര നമുക്കിനി നീണ്ടു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നോട്ട് വരുന്ന വീഡിയോസും ഇനി യാത്രകളും എല്ലാം ഞങ്ങൾ അത് മാത്രമല്ല, തുടർന്നുള്ള വീഡിയോസിനകത്ത് വിഷ്ണുവിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുന്നതായിരിക്കും. പുതിയ പുതിയ വ്യൂവേഴ്സിന് വേണ്ടി. അല്ലെങ്കിൽ ഇത് കാണുന്നില്ല. ഞാനിപ്പോൾ ബ്രിട്ടീഷേഴ്സിനെ അല്ലെങ്കിൽ മറ്റേ ഫോറിനേഴ്സിനെ കണ്ടാൽ അവരോട് ഞാൻ സംസാരിക്കാറില്ലേ? അതാണ്, ഒപ്പിക്കാറില്ലയോ? സംസാരിച്ചിട്ട് ഒപ്പിക്കാറുണ്ട്. അപ്പോൾ ഇനിയും മുതൽ നമ്മുടെ വീഡിയോയ്ക്കകത്തും അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വരാൻ പോവാണ്. വിഷ്ണു തകർത്ത് പൊളിച്ചടുക്കാൻ പോവാണ്. ഇപ്പം അങ്ങനെ ആയില്ലേ? അതെ, നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ശ്രമിക്കുന്നതാണ്. അല്ല, ഈ ട്രെയിനിനകത്തെ ആളൊന്ന് കാണിച്ചു തരാം. ഡിസ്പ്ലേ കൂടി കേട്ടോ, ഇലക്ട്രോണിക് ഡിസ്പ്ലേ. എനിക്ക് തോന്നുന്നു ചില ലൈനായിരിക്കും ഭയങ്കര തിരക്കുള്ളത്, ചില ലൈനുകൾ തിരക്ക് കുറവായിരിക്കും അല്ലേ? അതെ. അല്ല, നമ്മളിപ്പം ദൂരെ നിന്ന് കാണുമ്പോൾ ട്രെയിനിൽ തിരക്കുണ്ടെങ്കിൽ തിരക്കുള്ളതാണ്. പക്ഷെ നമ്മളത് ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. മുലുണ്ട്, നമുക്കിവിടെ ഇറങ്ങണ്ടേ? ഇറങ്ങിക്കും. ചടല്ലേ വിഷ്ണു?
ആ അങ്ങനെ ഇറങ്ങി കിട്ടിയിരിക്കുകയാണ്. ഇനിയും വേണം ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയിട്ട് അല്ലേ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതെല്ലാം സെൻട്രൽ റെയിൽവേ എന്ന് പറഞ്ഞ സിസ്റ്റമാണെന്ന് തോന്നുന്നു. അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. 10-170. എന്തായാലും ആദ്യമായിട്ട് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിറ്റി മുംബൈയിലെ താനെ സ്ഥലത്ത് വന്നിറങ്ങി. അവിടെ നടത്ത് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനായ മുലണ്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ എക്സ്പ്ലോറിംഗ് തുടങ്ങുകയാണ്. വളരെ ആവേശഭരിതമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ സുഹൃത്താണ് ഈ ഒരു അവസരം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ നമുക്ക് ഇതുപോലെ സ്പോൺസർഷിപ്പ് ചെയ്യാം. അതെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യാം. ഒരു പായും ഒരു തലയുടെയും മാത്രം മതി. അതുപോലും വേണമെന്നില്ല അല്ലേ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരു സ്പേസ് കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പം പോകേണ്ട ലൊക്കേഷൻ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ അവൻ ജോലി കഴിഞ്ഞിട്ട് റൂമിൽ വരാൻ ഇച്ചിരി ടൈം എടുക്കും. അതിനു മുമ്പേ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയിട്ടല്ലേ ടൈം കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്യണം. അതുവരെയുള്ള ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇപ്പം നമ്മൾ ഫുള്ളി ലോഡഡ് ആയതുകൊണ്ട് തന്നെ അതെ അത് സുഹൃത്തുക്കളെ എൻ്റെ നോക്കി ബാക്കിലും ഫ്രണ്ടിലും ഓരോ ബാഗ്. 1.5 ദിവസത്തെ യാത്ര ഇച്ചിരി ബേർഡനായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകലുള്ള യാത്ര കുഴുങ്ങിപ്പോയി. പക്ഷേ നൈറ്റ് ഭയങ്കര ക്ലൈമറ്റ് മാറിപ്പോയി. നമ്മൾ കേരളത്തിൽ നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഇവിടെ നല്ല ചൂടാണ് സുഹൃത്തുക്കളെ. നമുക്ക് എന്തായാലും ഈ ചൂടുള്ള കാഴ്ചകളുമായി ഞങ്ങൾ ഇനിയും വരാം. വിഷ്ണു പിന്നെ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഇവൻ മറ്റേ ബാർഗെയിൻ ചെയ്യാൻ എടുക്കാനാണ് അല്ലേ? ഇവിടെ ബാർഗെയിൻ ഓക്കെ, അവൻ എന്തിനും ഓക്കെയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു കാര്യത്തെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യത്തിലും ചാടി വീട് ഓക്കെ പറയും. അത് മാത്രമല്ല എടാ, ഞാൻ ഓക്കെ എന്ന് പറയുന്നത് എൻ്റെ പുറകിൽ ഒരാളുണ്ട് എന്നെ തള്ളാൻ. അത് ശരി, അതുകൊണ്ട് തന്നെ വേറൊരു തെണ്ടിയുടെ എനിക്ക് ആവശ്യമില്ല. ആഹാ, സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഓട്ടോയുടെ തിരക്ക് കണ്ടു സുഹൃത്തുക്കളെ. നമ്മുടെ അവിടുത്തെ പോലെ ബ്ലാക്ക് യെല്ലോ പെട്രോൾ വണ്ടിയാണ് കൂടുതൽ കേട്ടോ. ഭയങ്കര തിരക്കാണല്ലോ സുഹൃത്തുക്കളെ ഓട്ടോയ്ക്കും. ഇവിടെ ക്യാബുകൾ കാണുന്നില്ല, കാറിൻ്റെ അല്ലേ, ഓട്ടോകൾ അതുപോലെ തുരുതുര ഓട്ടോകൾ. ഇത് ബ്യൂട്ടീഷ്യൻ വേൾഡ് അല്ലയോ മേ ബി. എന്തായാലും നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വേണ്ട ഓട്ടോ നിരന്നു കിടക്കുന്നു. പഴയ ടൈപ്പിലെ ബസ് കണ്ട സുഹൃത്തുക്കളെ, തൊട്ട് പുറയിൽ പുതിയ ടൈപ്പിലെ ബസ്സുകളുണ്ട് ഇവിടെ. ബെസ്റ്റോ, ഓരോ ഓട്ടോയ്ക്ക് നമ്പറാണ് ഇവിടെ, പേരല്ല. കോഷൻ ലൈവ് വയേഴ്സ്. അതായത് നമുക്ക് ന്യൂസ് പേപ്പർ വിളിച്ചു വിടുന്നാലോ, കുറച്ച് കാശുണ്ടാക്കായിരുന്നു. പർദേശി. എടാ, നമുക്ക് അവനോട് പറയാം, നമുക്കൊരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിരുന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി വയറ്റ് തിരിച്ച് പാട്ടൊക്കെ പാടിയിട്ട് കുറച്ച് കാശുണ്ടാക്കാം. ഇവിടെ വയറ്റ് തിരിച്ചുള്ള പാട്ടുകൾ ഇല്ല. നമുക്ക് വയറ്റ് തിരിച്ചുള്ള പുതിയ നമ്പർ ഇവിടെ ഇറക്കാം. എടാ ഞങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കുഴപ്പമില്ല. ഇവിടെ വൈഫൈ ഉണ്ടെന്ന് ഒരു കുഴപ്പമില്ല. ശരിയാണ്. ഏത് വിഷയത്തെപ്പറ്റിയും സംശയാസ്പദമായ 100 ചോദ്യങ്ങൾ എന്ന പുസ്തകം വിഷ്ണു ഉടനെ ഇറക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ വേണമെങ്കിൽ നേരത്തെ നിങ്ങൾ വരിക്കാരാണ്. 101 ചോദ്യങ്ങൾ ചോദിച്ച് വെള്ളം കുടിക്കാനുള്ള പരുവത്തിലെത്തിയിരിക്കുകയാണ്. ഫോണിന് ടെമ്പർ ഗ്ലാസ് 40 രൂപ. എവിടെ ഒട്ടിച്ചിരുന്നേ? ആ, ടെമ്പർ ഗ്ലാസ് നിനക്ക് വേണോ? ഞാൻ കഴിഞ്ഞ ഒട്ടിച്ചു. ഞാൻ ഒട്ടിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞ സുഹൃത്തുക്കളെ, അർജുൻ വരാൻ സമയമെടുക്കും. ആ സമയം കുറച്ച് നേരം നമ്മൾ ഈ മുലണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള കുറച്ച് ഭാഗം എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാൻ. അതെ, ഇവിടെ ഏറ്റവും അടുത്ത് ഞാനിവിടെ ഫ്രൂട്ട്സ് വെക്കുന്നു. ഫ്രൂട്ട്സ് കിവിയുണ്ട്, മാങ്ങയുണ്ട്. എത്ര നേരെ ഓട്ടോ കിടക്കുന്നു ഇവിടെ? 3 നേരം ഓട്ടോ. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇത് ബസ്സേ കയറണ്ട, പകരം നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് കറങ്ങി നോക്കാം.
ഇത് ബസ് സ്റ്റാൻഡാണ് സുഹൃത്തുക്കൾ, ബസ് സ്റ്റോപ്പ് അല്ല, ബസ് സ്റ്റാൻഡാണ്. ഇത് ബസ് സ്റ്റാൻഡ് അല്ലയോ? അത് ബസ് സ്റ്റോപ്പ് അല്ല, പക്ഷേ അതിന് ഏരിയ കുറവാണ് തീരെ. ആംബുലൻസ്, വേണ്ടാം ഡ്രസ്സുകൾ സെക്കൻഡ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. സെക്കൻഡ്സ് ഡ്രസ്സുകളാണെന്ന് തോന്നുന്നു. അതെ അതെ. 200 रुपये हाफ पेन 120 120. ഷോപ്പിംഗ് സെൻറ്റർ ഇതാ. പഴയതും പുതിയതുമായ അനേക ബസ്സുകൾ നിർത്തിയിരിക്കുകയാണ് ഇവിടെ. ചെറിയ അടിക്ക് വെക്കുന്ന സാധനം തിരുമി തട്ടി ഇല്ലേ, തട്ടിക്കൂട്ട് പരിപാടിയുടെ സാധനം ഇവിടെ കൂടുതലാണ്. നമ്മളെവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം ഇങ്ങനത്തെ തൂക്കിയിട്ട കവറുകൾ മാത്രം. മലയാളിയിലാണ് കേട്ടോ സുഹൃത്തുക്കളെ. വിഷ്ണു ഇപ്പോൾ അന്തേരി പോയി കോളേജൊക്കെ ഒഴിപ്പിച്ചതിന് തോണ്ടറാ കുതിരവണ്ടി പോടാ, ഓടിയോ അതിനങ്ങ് പോകുന്നറിയത്തില്ല. ഇത്രയും ബാഗിറ്റിന് ഓടാൻ നോക്കത്തില്ല സുഹൃത്തുക്കളെ. വേണ്ട ഉമ്മാരി പോക്കാൻ പോകുന്നു. ക്യാമറ ഇല്ലാതെ തൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിഷ്ണു ഓടിച്ചിട്ട് പിടിക്കാൻ പോവാണ്. അപ്പോഴേക്കും കുതിരവണ്ടി വീണ്ടും പുറപ്പെട്ടു കഴിഞ്ഞു. വിഷ്ണു ഓടുകയാണ്, പുറകെ ഓടുകയാണ്. ഇപ്പോൾ അവനെ പിടിക്കാവുന്ന ലക്ഷ്യത്തോടെ. ഓടിച്ചയിൽ തഴച്ച് വിഷ്ണു പതറി നിൽക്കുന്നു. വിഷ്ണു നിക്ക്. ഇപ്പൊ ക്ഷീണിച്ചില്ലേ? ഇനി ഒരു വെള്ളം കുടിക്കാം. തിരിഞ്ഞ് തൊട്ട് പുറത്തുണ്ട്, ഇഷ്ടമുള്ളതുണ്ട്. ഇത് ഫുൾ കളർഫുൾ വെള്ളങ്ങളാണ്. ഇഷ്ടമുള്ളത് നീ ചൂസ് ചെയ്യും. എടാ ഇത്രയും കളർ ഉണ്ടോ? പൈനാപ്പിൾ ആയിക്കോട്ടെ. ഒരെണ്ണം എടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ വേറൊരെണ്ണം ഓപ്ഷൻ എടുക്കാം. എടാ ഇവിടെ ഉണ്ടാ കുലുക്കി. ഒരു സിമ്പിൾ കുലുക്കേ ഉള്ളൂ. അതിനകത്ത് മസാല ഇട്ടായിരുന്നോ? അതോ കൊള്ളാം. മസാല ഇടുന്നത് വെറൈറ്റി അല്ലേ? മധുരം, നല്ല മധുരവും ഒരു മസാല. ജഞ്ചീര മസാലയാ. ഓ ശരി. മധുരം കൂടുതലാണെന്നോ? ഇവന് പഴയ 60-കാലത്തെ കളവൻ്റെ സ്വഭാവമാണ്. പഞ്ചാര കൂടുതലാണ്, ഇപ്പോഴേ ഷുഗർ ബാധിച്ചത്. ഇവിടെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള സാധനമുണ്ട്. ഇതാണ് ഈ കാണുന്ന മസാല അല്ലേ. എന്തായാലും നീ കുടിച്ച സ്ഥിതിക്ക് എനിക്ക് വേണ്ട. ഇവൻ കുടിച്ചാൽ ഞാൻ കുടിച്ച പോലെ എനിക്ക് കണ്ടോ. പക്ഷേ പൈസ വരെ കൊടുക്കട്ടെ. ഇനിയിപ്പം ജ്യൂസ് കഴിഞ്ഞ് ഇനി അടുത്ത ഫുഡാണ്. ജ്യൂസ് കഴിഞ്ഞ് അടുത്തത് ഇനി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. ചില വേണ്ടത് ഏത് കണ്ടില്ലേ, വെറൈറ്റി ഫുഡാണ്. ഇതെന്ത് ഐറ്റം എന്താണെന്ന് ചോദിച്ചേ? നൂഡിൽസ് ആണോ ഇത്? ചൈനീസ്. ഇത് വാ പിച്ചാത്തി രാഗിയാണ്. 2 പിച്ചാത്തി എടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഞാൻ ഈ ജ്യൂസ് ട്രൈ ചെയ്യാൻ്റെ കാര്യം എന്ന് വെച്ചാൽ മിനറൽ വാട്ടർ അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയുണ്ട് ജ്യൂസ് കടകൾ, ഫുഡിൻ്റെ പ്രത്യേക സ്റ്റോറുകൾ വേറെ ഉണ്ട്, വെറൈറ്റി ഫുഡുകൾ. എന്നാ ബജ്ജിയുടെ തോക്ക് ബജ്ജി എൻ്റെ കടയിലാണ് കൊണ്ടേ. ബൈ 1 get 1 ഫ്രീ. എന്തുവാ അത്? റോയൽ ഒപ്റ്റിക്സ്. ഒരു കണ്ണാടി എടുക്കുക, 2 കണ്ണാടി ഫ്രീ. ഒരു കണ്ണാടി ഫ്രീ. ഒരു കണ്ണാടിക്ക് 5000 രൂപ. എന്നെ തിരക്കാ സുഹൃത്തുക്കളെ ഈ ഏരിയ, മുപ്പിഞ്ഞ് തിരക്ക്. വേണ്ട പഴയ ടൈപ്പിലെ വണ്ടി നമ്മളാ നിർത്തിയിട്ടിരിക്കുന്നത് വരുവാന്ന് തോന്നുന്നു. അതെ. ഇത് അന്തേരിയിലേക്ക് പോകുന്ന ബസ്സായിരിക്കും. എന്താ ഫുഡ് വെയറിൻ്റെ മാർക്കറ്റ് 99 രൂപയ്ക്ക് സെയിൽ.
ഇവിടെ എല്ലാം ഫുഡ് വെയറിൻ്റെ മാർക്കറ്റുകളാണല്ലോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന ജംഗ്ഷനാണിത്, സ്ട്രീറ്റാണിത്, സിറ്റിയാണിത്. ബോംബെയുടെ തെരുവോരങ്ങൾ ഞങ്ങൾ അലിയുകയാണ് നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി. വെറൈറ്റി കമൻട്രി അല്ലേ എൻ്റെ. ബോംബെയുടെ നഗരത്തിൽ നിന്ന് ക്യാമറമാൻ റസിൻ്റെയോടൊപ്പം വിഷ്ണുരാജ്. സുഹൃത്തുക്കളെ, അവൻ എന്നെ വെറും ഒരു ക്യാമറമാനാക്കി ചിത്രീകരിച്ചു. ഇവിടെ പഴത്തിന് ഭയങ്കര വിലയാന്ന് തോന്നുന്നു കേട്ടോ. केला कैसा? केला 60 रुपये डजन. 12 60 രൂപ. എന്ത് പഴം അത്? 12 60 രൂപ. പക്ഷെ ആ പഴം കണ്ടിട്ട് ഒരുമാതിരി കറിക്കാ വഴുത്ത പോലെ ഇരിക്കുന്നു. കണ്ട, ലോ ക്വാളിറ്റി തുണികൾ വിൽക്കുന്നത്. ഓ, ഇതിനായിട്ടൊരു ക്യൂ കാണുന്നുണ്ട്. ഈ ബസ് കാണാനുള്ള ക്യൂ, അതായത് ബസ്സിന് എഴുതിക്കുന്നത്. ആണ്ട് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, ബെസ്റ്റ്. മുലണ്ട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ബസ് കയറാൻ അതുപോലെ ക്യൂ നിൽക്കുന്ന സുഹൃത്തുക്കളെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ക്യൂ ഉണ്ട് കണ്ടോ. പക്ഷേ ഇത് നല്ലൊരു സിസ്റ്റമാണ് ക്യൂ ഒക്കെ ഉള്ളത്. ഇടിച്ചു കുത്തി ആൾ കയറത്തില്ല. ഇത്രയും വലിയ തിരക്കുള്ളിടത്ത് മതി ഇത്രയും വലിയ സിസ്റ്റങ്ങളൊക്കെ. നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റിയ സാധനം ഗുലാബ് ജാമുൻ. സോഫ്റ്റ് എരിയോ. അതെ, പഞ്ചാര വെള്ളത്തിൽ കിടക്കുമല്ലേ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞു. അതെ, 20 രൂപ പൊട്ടി. എന്തായാലും നമ്മൾ ബോംബെ വന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങളുടെ സുഹൃത്ത് അർജുൻ എത്തി. നേരെ ഇനിയും ഓട്ടോ കയറി റൂമിലെത്താനുള്ള പോക്കാണ്. ഗൂഗിൾ പേ സൗകര്യമുള്ള ഓട്ടോക്കാരെ തിരഞ്ഞു പിടിച്ച് കയറി. ഞങ്ങൾ ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റായിട്ടല്ല ഉച്ചരിച്ചത്. അത് മുലൂണ്ട് എന്നാണ്. മുലൂണ്ട് ഈസ്റ്റിലുള്ള ഏക്ത സൊസൈറ്റി എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. 1 കിലോമീറ്റർ മാത്രം ദൂരം, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളെങ്കിലും ഇത്രയും തിരക്കേറിയ നഗരമായതുകൊണ്ടും യാത്രാക്ഷീണമുള്ളതുകൊണ്ടും രാത്രിയുടെ കാഴ്ചകൾ കണ്ട് ഓട്ടോയിൽ തന്നെ പോകാം. ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് നമുക്കൊരു ദിവസം രാത്രിയിൽ ഇറങ്ങണം. അങ്ങനെ വണ്ടി ഓടി ഏക്ത സൊസൈറ്റിയിൽ ഇറങ്ങി ഗൂഗിൾ പേ ചെയ്യുവാണ്. തൊട്ട് കീഴിൽ തന്നെ ഒരു കടയിൽ നിന്നും മിനറൽ വാട്ടറും വാങ്ങി തൊട്ടടുത്തുള്ള ബിരിയാണി കടയിൽ നിന്നും ബിരിയാണിയും വാങ്ങുവാണ്. ചെറുതും വലുതും ചിക്കനും മട്ടനും അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. സാധനം വീട്ടിലെത്തിക്കുന്ന ഹോം ഡെലിവറി സർവീസ് ഒക്കെ ഉള്ളൊരു കടയാണ്. 120 സാധാരണ ചിക്കൻ ബിരിയാണിയും വാങ്ങി മുറിയിലേക്ക്. പഴയ ടൈപ്പിലെ ലിഫ്റ്റാണ്. അങ്ങനെ ഈ ദിവസത്തെ യാത്ര ഇതോടെ കഴിയുന്നു. നമുക്ക് നാളെ തൊട്ട് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.